صفر ربيع الأول ربيع الثاني في زمن الإسلام جمادى الأولى جمادى الأخرى رجب بن شعبان رمضان 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 إن شاء الله. അക്രമികളാണെന്ന് പ്രചരിപ്പിക്കുന്നവർ പഠിക്കട്ടെ. ഗാന്ധി പറഞ്ഞു ഉമറിന്റെ ഭരണമാണ് ഇവിടെ സ്വപ്നം കാണുന്നതെന്ന്. ആരായിരുന്നു ആ ഉമർ? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഉമർ മദീനയിലിരുന്നു കൊണ്ട് ഉമർ പറഞ്ഞു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാട്ടിൻകുട്ടിയുടെ കാൽ ഏതെങ്കിലും ഒരു റോഡിലൂടെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരാട്ടിൻകുട്ടിയുടെ കാൽ രണ്ട് പലകയുടെ ഇടയിൽ വീണ് ആ കാല് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ജീവിയുടെ കാര്യത്തിൽ പോലും ഞാൻ നീതി കാണിക്കേണ്ടത്, ഒരു ആട്ടിൻകുട്ടിയുടെ കാര്യത്തിൽ പോലും ഞാൻ നീതി കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈജിപ്റ്റ് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയപ്പോൾ, ഈജിപ്റ്റ് കീഴടക്കിയപ്പോൾ, ഈജിപ്തിന്റെ ഭരണം ഒരു ഗവർണറെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പള്ളിയില്ല. നിസ്കരിക്കാൻ പള്ളിയില്ലാത്തപ്പോൾ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്തൊരു പള്ളി വെക്കാൻ വേണ്ടി അവിടുത്തെ ഗവർണർ ശ്രമിച്ചപ്പോൾ ഒരു ജൂത സ്ത്രീക്കാണ് അവിടെ കുറച്ച് ഭൂമികൾ, ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീക്കാണ് അവിടെ കുറച്ച് ഭൂമിയുള്ളത്. ആ ഭൂമിയും വീടും എന്തു വില കൊടുത്താലും വേണ്ടില്ല, അത് വാങ്ങി പള്ളിയാക്കണമെന്ന് ആ ഗവർണർ തീരുമാനിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ആ സ്ത്രീയുടെ അടുക്കൽ പല പ്രാവശ്യം പോയി. പക്ഷേ ആ സ്ത്രീയുടെ മനസ്സലിഞ്ഞില്ല. അവര് പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞു. അവര് തടഞ്ഞു. പല പ്രാവശ്യവും പോയിട്ട് കേട്ടില്ല. അവസാനം അദ്ദേഹത്തിന് കോപം വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്, നിങ്ങൾ അവിടെ കയറി നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ ഒരു വീടുണ്ട്, ആ വീട്ടിൽ കയറി നിസ്കരിച്ചോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ആളുകൾ കയറി നിസ്കരിക്കാൻ തുടങ്ങി. നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആ സ്ത്രീ ഗവർണറുടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം തന്നെയാണ് ആ ഭാഗം പള്ളിയാക്കിയത്. ഉടനെ അവർ യാത്ര ചെയ്തു മദീനയിലേക്ക് യാത്ര ചെയ്തു. മദീനയിൽ പോയി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. എന്നിട്ട് തന്റെ പരാതി ബോധിപ്പിച്ചു. ഉമർ അൽ ഫാറൂഖ് ഉടനെ തന്നെ ഗവർണറെ വിളിപ്പിച്ചു. അവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചു, അല്ല, നിങ്ങൾ ജൂത സ്ത്രീ, ഈ സ്ത്രീയുടെ ഭൂമി നിങ്ങൾ പള്ളിയാക്കിയിട്ടുണ്ടോ? അതെ. ആ സ്ത്രീ നിങ്ങൾക്ക് പെർമിഷൻ തന്നിരുന്നോ? ഇല്ല. ആ സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ നിങ്ങൾ പള്ളിയാക്കും? അത് അവരോട് ഒരുപാട് ആവശ്യപ്പെട്ടു. അവിടെ നമസ്കരിക്കാൻ സ്ഥലമില്ല അമീറുൽ മുഅ്മിനീൻ. അവരോട് എന്ത് വില വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. അവര് തരുന്നില്ല. അപ്പൊ കുറച്ചു നാൾ കയറി ഒന്ന് നിസ്കരിച്ചാൽ അവരൊരു പക്ഷെ അതിന് തന്നേക്കുമെന്ന് കരുതി ചെയ്തതാണ്. ഉമറിന്റെ കണ്ണുകൾ ചുവന്നു. ഉമർ വാളെടുത്തുകൊണ്ട് പറഞ്ഞു, മദീനയുടെ ഈജിപ്തിന്റെ ഗവർണറുടെ ചോര ഈ വാളിൽ പറ്റാതിരിക്കണമെങ്കിൽ, ഈജിപ്തിന്റെ ഗവർണറുടെ ചോര ഈ വാളിൽ പറ്റാതിരിക്കണമെങ്കിൽ പോവുക. ആ സ്ത്രീക്ക് അവിടെ ആളുകളെ മൊത്തം ഇറക്കി മാറ്റി ആ സ്ത്രീക്ക് ആ ഭൂമി വീണ്ടെടുത്ത് തിരിച്ചു കൊടുക്കുക. മാത്രമല്ല, അവരാഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രയും നാൾ അവിടെ കയറി നമസ്കരിച്ചതിന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള പ്രഖ്യാപനം കേട്ടപ്പോൾ എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഗവർണർ സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ള ആളല്ല, അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കിയേക്കുക എന്നും പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആ സ്ത്രീ പറഞ്ഞു, വേണ്ട അമീറുൽ മുഅ്മിനീൻ, ഭൂമി എനിക്ക് വേണ്ട, വീടും എനിക്ക് വേണ്ട, ഞാൻ ആ ഭൂമി പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങൊരു കാര്യം കൂടി ചെയ്യണം, അള്ളാഹുവിന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയാണല്ലോ ആ ഭൂമി ചോദിച്ചത്,
കൊടുക്കാതിരുന്നത് കൊണ്ടാണല്ലോ അത് കയ്യേറിയത്. ആ ഒരു കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളത് പള്ളിക്ക് വിട്ടുകൊടുക്കുന്നെങ്കിൽ അൽഹംദുലില്ലാ സ്വീകരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുക എന്നത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പൊക്കൊള്ളുക. എത്രയെത്ര അനുഭവങ്ങളാ, എത്ര നല്ല ഭരണാധികാരിയാ. ലോകത്തിന് ഉമറിനെ പോലൊരു ഭരണാധികാരിയെ കാഴ്ചവെക്കാൻ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ മക്കളെ? ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉമറിനെ പോലൊരു ഭരണാധികാരിയെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യുദ്ധം കഴിഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ജേതാക്കളായി വീരശൂര പരാക്രമികളായി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാജ്യത്തിന്റെ അതിർത്തിയിൽ, പട്ടണത്തിന്റെ അതിർത്തിയിൽ പോയിട്ട് അവരെ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കയാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് മുന്നിലങ്ങ് പോവുകയാ. നാല് ചുറ്റും ഇങ്ങനെ ആളുകൾ കൂടി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ച ധീരനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും വാഴ്ത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കയാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു വൃദ്ധയായ സ്ത്രീ, വടികുത്തിക്കൊണ്ട് നിൽക്കുന്ന സ്ത്രീ, അന്ധയായ സ്ത്രീ, അവര് ചോദിക്കുന്നു, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ഇത് കേട്ട് മുന്നിൽ പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാ. അവർക്കത് അറിയില്ല. അലി റളിയല്ലാഹു അൻഹുവും കൂട്ടരും പിറകിന് വരുന്നതേ ഉള്ളൂ. ഉമർ പെട്ടെന്ന് വിജയിച്ചു എന്ന അഹങ്കാരത്തിന്റെ വാക്ക് പറയാതെ, ഒരിക്കൽ പോലും വിജയിച്ചു എന്നോ വെന്നിക്കൊടി പറത്തി എന്നോ വാക്കുകൾ ഉമർ ഉപയോഗിച്ചിട്ടില്ല. അഹങ്കാരത്തിന്റെ വാക്ക് പറയാതെ ഉമർ പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇതങ്ങ് കേട്ടതോടെ ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. അവര് പെട്ടെന്ന് പറഞ്ഞു, ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ, എന്റെ ഭാഗത്തുനിന്ന് ഒരു നന്മയും ഉമറിന് ഉണ്ടാകാതിരിക്കട്ടെ, ഒരു നന്മയും ഉമറിന് കിട്ടാതിരിക്കട്ടെ. ഉമർ ഞെട്ടിപ്പോയി. എന്താണ് ഈ വൃദ്ധയായ സ്ത്രീ പറയുന്നത്? ഇവരെന്താണ് എന്നെ ഇങ്ങനെ ശപിക്കുന്നത്? ഉമർ പെട്ടെന്ന് ഒട്ടകപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? എന്താ നിങ്ങൾ അമീറുൽ മുഅ്മിനീനെ ചീത്ത പറയുന്നത്? വല്ലാത്ത സ്ത്രീയാണ്, ജയലളിതയെക്കാളും കടുപ്പ മനസ്സുള്ള സ്ത്രീ. അവര് പെട്ടെന്ന് തന്നെ പറഞ്ഞു, പോ, നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അത് ഞാനും ഉമറും തമ്മിലുള്ള പ്രശ്നമാണ്, പൊക്കൊള്ളുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിൽ എത്ര താല്പര്യം? വീണ്ടും സ്ത്രീ ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ഉമറിന്റെ ഗുണകാംക്ഷിയാണ്, ഉമറിന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാ പോയി പറഞ്ഞേക്കൂ, ഇവിടെ ഒരു കിളവിയുണ്ട്, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നന്മയും ദുനിയാവിലും ആഖിറത്തിലും ഉമറിന് കിട്ടൂല. വീണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ചങ്കിടിക്കുകയാണ്. നമ്മളെയൊന്നും പോലല്ല, നമ്മളെയൊന്നും പോലെ എന്ത് കേട്ടാലും കുലുങ്ങാത്ത ചങ്കല്ല, കുലുങ്ങാത്ത ചങ്കാണ്, വല്ലാത്ത ചങ്കാണ്. കിസ്റയെ കിടിലം കൊള്ളിച്ച ചങ്കാണ്, കൈസറിന് കിടിലം കൊള്ളിച്ച ചങ്കാണ്, റോമാ സാമ്രാജ്യ വിരൽ തുമ്പ് കൊണ്ട് നിയന്ത്രിച്ച ആ ചങ്കാണ്. കോടാനുകോടി വരുന്ന ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തുള്ള ജനങ്ങളും ഇന്നും പേര് കേൾക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കുന്ന ആളാണ് ഉമറുൽ ഫാറൂഖ്. മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? ആരാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു? ജോർജ് ബുഷ് അല്ല. മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? ടോണി ബ്ലെയർ അല്ല. മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ? മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു ശൈത്താനാണ്, ശൈത്താനാണ്, ശൈത്താനാണ്. ശൈത്താന്റെ കൊച്ചു കൊച്ചു പ്രതിപുരുഷന്മാരാണ് ബുഷും ബ്ലെയറും ഒക്കെ. വലിയ വലിയ ശൈത്താന്മാര് വേറെയുണ്ട്. അങ്ങനത്തെ വലിയ ശൈത്താൻ ഉണ്ടല്ലോ, കൊടും ശൈത്താൻ, പെരും ശൈത്താൻ. ആ ശൈത്താനെ പറ്റിയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറഞ്ഞത്, ഉമറേ, മാലഖീക ശൈത്താനു സാലികൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, ശൈത്താൻ ഒരു വഴിയിലൂടെ കടന്നു വരുമ്പോൾ ആ വഴിയുടെ മറ്റേ അറ്റത്ത് ഉമറങ്ങാനും കാലെടുത്ത് വെച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്നോടി വേറെ വഴിയിലൂടെ പോകും. ഉമറേ, ഉമർ നടക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം ശൈത്താനില്ല ഉമറേ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖബറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ല യാ റസൂലല്ലാഹ്, ഖബറിൽ ഇരിക്കുമ്പോഴും ദുനിയാവിലുള്ള ഈമാൻ ഓരോ മനുഷ്യനും ഉണ്ടാകുമോ? അതെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഖബർ രണ്ട് ഭാഗത്തും വന്ന് ഇടുങ്ങുമെന്ന് അങ്ങ് പറയാറുണ്ടല്ലോ,
അതേ ഉമറെ ഇടുങ്ങും, കബറിടുങ്ങും, കബർ ഞെരുങ്ങും. ആര് വന്നാലും കബറൊന്നിടുങ്ങും, കബറൊന്ന് ഞെരുങ്ങും. കബർ അതിന്റെ ശക്തി കാണിക്കാതെ ഒരാളെയും അതിനുള്ളിൽ വെക്കുകയില്ല. ഉമർ അപ്പോൾ പറയുകയാണ്, ഈമാൻ, ഈ ഈമാൻ അന്നും ഉണ്ടാകുമോ ഉമറിന്? അതേ ഉമറെ അന്നും ഉണ്ടാകും. ഈ ശക്തി അന്നും ഉണ്ടാകുമോ ഉമറിന്? അതേ ഉമറെ അന്നും ഈ ശക്തി ഉണ്ടാകും. എന്നാൽ യാ റസൂലല്ലാഹ്, ഖബറിന്റെ അടുക്കലേക്ക് ഞെരുങ്ങാൻ ഞാൻ വിടൂല റസൂലേ. ഖബറിനെ ഞാൻ രണ്ടു ഭാഗത്തും തടുത്തു നിർത്തും റസൂലേ. എന്റെ ഈമാനും എന്റെ ശരീരത്തിന്റെ ശക്തിയും എന്റെ റബ്ബ് അന്നും എനിക്ക് തന്നാൽ ഖബർ ഞെരുങ്ങാൻ ഞാൻ വിടൂല റസൂലേ എന്ന് പറഞ്ഞ ആ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതേ ഉമർ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഒരു കാര്യത്തിൽ വിധി ചോദിച്ച മനുഷ്യൻ. ജൂതനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് വിധി ചോദിച്ചു. ഞാനും ജൂതനുമായി പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? അയാളാണ് തെറ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അയാൾ പറയുന്നു. കാര്യം വിശദമായി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ, തെറ്റ് നിന്റെ ഭാഗത്താണ്, ജൂതന്റെ ഭാഗത്തല്ല തെറ്റ്, തെറ്റ് നിന്റെ ഭാഗത്താണ്. അതായിരുന്നല്ലോ അല്ലാഹുവിന്റെ റസൂല്. തെറ്റെവിടായാലും അത് സ്വന്തം പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയായാലും തെറ്റ് കണ്ടാൽ മുഖത്ത് നോക്കി പറയുന്ന റസൂലുള്ളാഹി, എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി. മക്കളെ, 27 രാവാണ്, സായം സന്ധ്യയാണ്. ഒരുപാട് കാലമായല്ലോ സ്വലാത്ത് കേട്ടിട്ട്. ഞാൻ ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലാതിരുന്ന പലരും പോലും എന്നോട് ഇപ്പോൾ പറയാറുണ്ട്, ഉസ്താദേ, മദനി സാഹിബേ, നിങ്ങൾ പോയതിന് ശേഷം പിന്നെ ആ ഒരു സ്വലാത്ത് അതേ ശക്തിയിൽ കേൾക്കുന്നത് ശംഖുമുഖത്ത് കൊടിയേരി ബാലകൃഷ്ണനെ ഇരുത്തിക്കൊണ്ടും അതുപോലെ ബേബിയെ ഇരുത്തിക്കൊണ്ടും പ്രേമചന്ദ്രനെ ഇരുത്തിക്കൊണ്ടും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ വീക്ഷിച്ചു കൊണ്ടിരുന്ന ആ സന്ദർഭത്തില് ഇത്ര ഗംഭീരമായി 10,000-ങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കാൻ കഴിഞ്ഞത് അത് ചെറിയ കാര്യമല്ല. അത് നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അതേ മക്കളെ, ഞാനതിൽ അഭിമാനമുള്ളവനാണ്. എനിക്കെന്റെ ജയിൽ ജീവിതം മൊത്തം എങ്ങനെയാ ഞാൻ കഴിച്ചു കൂട്ടിയത്? പാതിരാത്രികളിൽ ഞാൻ ഒറ്റയ്ക്കുറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കാരാ എന്റെ കൂട്ടിനുണ്ടായിരുന്നത്? ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങാൻ എനിക്ക് കഴിയാറില്ല. ഗുളിക കഴിച്ചാലും എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. എനിക്ക് ഓരോ സന്ദർഭത്തിലും പകല് മൊത്തം ഞാൻ സംഘർഷത്തിലാണ്. ഞാൻ പറയാറുള്ളത് പോലെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന മലവിസർജനത്തിന് വേണ്ടി പോയി ബാത്റൂമിലിരിക്കുന്ന, ലറ്റനിലിരിക്കുന്ന സമയത്ത്, കക്കൂസിലിരിക്കുന്ന സമയത്ത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കതക് തുറന്നിട്ടുകൊണ്ട് ഒരു സാഹചര്യത്തിലും ഓർമ്മയായതിനു ശേഷം ലറ്റനിൽ പോയിട്ടില്ലാത്ത ഞാന് എന്റെ മുന്നിൽ വന്നിട്ട് കതകില്ലാത്ത ബാത്റൂമിന്റെ മുന്നില് ലാത്തിയും പിടിച്ചുകൊണ്ട് രണ്ട് വാർഡന്മാരും ഒരു വാർഡറും എപ്പോഴും വന്ന് നോക്കി നിൽക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ് ഞാന്. എന്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോകാതെ ഇരുന്നത് കൊണ്ട് അപ്പോഴും ഞാൻ പ്രതികരിക്കും. അപ്പൊ പ്രശ്നമുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പുതിയ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംഘർഷഭരിതമായ പകലുകള്. രാത്രിയായോലോ കൂട്ടിനാരുമില്ല, ഒന്ന് മുഖത്ത് നോക്കാനാരുമില്ല, ഒരു വാക്ക് പറയാനാരുമില്ല, ഒന്ന് ചിരിക്കാനാരുമില്ല. ആ സന്ദർഭത്തിൽ പാതിരാത്രികളുടെ നിശബ്ദതയില് എന്റെ പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരായിരുന്നു മക്കളെ എനിക്കുണ്ടായിരുന്നത്? ശംഖുമുഖത്തെ എന്റെ പ്രസംഗത്തിലെ എന്റെ ശൈലിയിൽ ഞാൻ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു മുത്താലിമായ കുട്ടി, ഞാൻ കോഴിക്കോട് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഒരു ഫോൺ ഇങ്ങനെ നിരന്തരം ഭാര്യയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഉസ്താദിനെ ഒന്ന് കിട്ടുമോ? ചുറ്റുമൂലയിൽ പഠിക്കുന്ന കുട്ടിയാണ്. എനിക്ക് ഉസ്താദ് തിരുവനന്തപുരംകാരനാണ്, ജില്ലക്കാരനാണ്, കഴക്കൂട്ടത്തോ മറ്റോ ആണ്. എനിക്ക് ഉസ്താദിനെ ഒന്ന് കിട്ടുമോ? ചോദിച്ച് അവസാനം സഹികെട്ട് ഭാര്യ ഫോൺ കൊണ്ട് തന്നു. ഒരിക്കൽ ഒരുപക്ഷെ ആ പൊന്നുമോൻ ഇവിടെയും ഉണ്ടാകും. എന്നോട് ചോദിച്ചത്, ഉസ്താദിന്റെ ശംഖുമുഖം പ്രസംഗം കേട്ടപ്പോൾ ഉസ്താദ് ഇനി വാളൊന്നും പറയില്ല എന്ന് തോന്നിപ്പോകുന്നു, ഉസ്താദിന് റസൂലുള്ളാഹിയെ കുറിച്ച് പറയില്ലേ? പൊന്നുമോനെ പറയും, എന്റെ മുന്നിലിരിക്കുന്നവരെ പറയും, ഈ ലോകമേ ഞാൻ പറയുന്നു. അബ്ദുൽ നാസിർ മദനിയുടെ അവസാനത്തെ ശ്വാസം വരെയും എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും.
എന്റെ റസൂലുള്ളാഹിയെ പുകഴ്ത്താത്ത ഒന്നും എനിക്കുണ്ടാകില്ല. എന്റെ റസൂലുള്ളാഹിയുടെ മഹത്വം പറയാത്ത വേദി എനിക്ക് വേണ്ട. എന്റെ റസൂലുള്ളാഹിയുടെ മഹത്വം പറയാൻ പറ്റാത്ത ഒരു ജീവിതം എനിക്കുണ്ടായാൽ അതിനേക്കാൾ ഞാൻ 1000 വട്ടം കാമിക്കുന്നത് പീസ് പീസായി മരിച്ചു വീഴലാണ് മക്കളെ. ആ കാര്യത്തിൽ സംശയം വേണ്ട. കാരണം എന്താ? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയത്, ലോകത്തെ മുഴുവൻ വിശ്വാസികളെയും വിശ്വാസികളാക്കി മാറ്റിയത്, അല്ല ഈ പ്രപഞ്ചത്തെ മൊത്തം ഇങ്ങനെയാക്കി മാറ്റിയത്. എന്താ മക്കളെ? ഓരോ സാധനങ്ങൾക്കും റോ മെറ്റീരിയൽ വേണമല്ലോ. റോ മെറ്റീരിയൽ ഒരസംസ്കൃത വസ്തുവില്ലാത്ത ഒരു സാധനങ്ങളും ഉണ്ടാകില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു അസംസ്കൃത വസ്തു അള്ളാഹുവിനുണ്ടായിരുന്നു. അള്ളാഹുവിന് റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ റോ മെറ്റീരിയലിൽ നിന്നാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആകാശം പ്രവിശാലമായ ആകാശത്തെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന കോടാനുകോടി താരകങ്ങളെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പവും 33 ലക്ഷം ഇരട്ടി ഭാരവുമുള്ള 109 ഇരട്ടി വ്യാസമുള്ള സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ, 5600 ലക്ഷം ടൺ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. ഇതിനെ സർവ്വതിനെയും സൃഷ്ടിച്ചത്, അലറി വിളിക്കുന്ന കടലിനെ സൃഷ്ടിച്ചത്, സർവ്വതിനെയും സൃഷ്ടിച്ചത്, ആകാശം മുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്, ആ പർവ്വതങ്ങളുടെ അടിവാരത്തു കൂടി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളെ സൃഷ്ടിച്ചത്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിൽ നിന്നാണ്. അതേ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ്. ആ നൂറാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി. അള്ളാഹു പറഞ്ഞ കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അൽ ഖൽഖിനെ ഞാൻ സൃഷ്ടിച്ചു. അപ്പോൾ ഏതാണ് ഈ അൽ ഖൽഖ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് അൽ ഖൽഖ്. അതാണ് അൽ ഖൽഖ്. ആ അൽ ഖൽഖിനാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചില്ലേ, എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ സൃഷ്ടിച്ചതെന്ന് അറിയാൻ വേണ്ടി വല്ല അന്തവുമുണ്ടോ അക്കാര്യത്തിൽ എന്നറിയാൻ വേണ്ടി ഒരു കൊച്ചു കാര്യം ഞാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ അങ്ങക്കിപ്പോ എത്ര വയസ്സുണ്ടാവും? അങ്ങക്കിപ്പോ എത്ര വയസ്സുണ്ടാവും ജിബ്രീലേ? ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വല്ലാത്തൊരു ചോദ്യമാണ്. അർശിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ പറയലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഒരു ഏകദേശ രൂപം പറഞ്ഞൂടെ? ഇപ്പൊ പറഞ്ഞു, എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യം, എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ ഹവായിൽ, ശൂന്യതയിൽ ഞാനൊരു നക്ഷത്രത്തെ കാണാറുണ്ടായിരുന്നു. ആ നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ടായിരുന്നത് 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു. 70,000 വർഷം കൂടുമ്പോ ഒരു വട്ടം ഞാനൊരു നക്ഷത്രത്തെ കാണും. എന്റെ കൂടെ വരണേ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ജിബ്രീൽ പറഞ്ഞതാ. ആരെടുക്കൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ വയസ്സിനെ കുറിച്ചൊരു ഏകദേശ രൂപം. ഞാൻ ആ നക്ഷത്രത്തെ 70,000 വർഷത്തിൽ ഒരിക്കലാണ് കാണാറുള്ളത്. ആ നക്ഷത്രത്തെ, അങ്ങനത്തെ നക്ഷത്രത്തെ ഞാൻ 70,000 തവണയിലധികം കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? കണക്ക് കൂട്ടാൻ ഇപ്പം മെനക്കെടണ്ട, ബുദ്ധി മരവിച്ചു പോകും. 70,000 വർഷത്തിൽ ഒരിക്കൽ ഞാൻ കാണുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തെ 70,000 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നക്ഷത്രം ഞാനായിരുന്നു ജിബ്രീലേ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ. ഏതാ മക്കളെ? മുതല്ലിമീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഖുർആൻ എടുത്ത് മറിക്കുക. വൻ നജ്മി ഇദാ ഹവാ, അന്നജ്മിനെ തന്നെയാണ് സത്യം. ദ സ്റ്റാർ, നജും എന്നല്ല അല്ലാഹു പറഞ്ഞത്, അന്നജും. ഏതാ ഈ അന്നജും? ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമോ? എന്നാ പിന്നെ അല്ലാഹു തആല എന്തിനാ ഖുർആനിലൂടെ
ഈ കോടാനുകോടി നക്ഷത്രത്തിന്റെ കൂട്ടത്തില് ഒരു നക്ഷത്രത്തെ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂല് പഴച്ചു പോയിട്ടില്ല എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂല് വഴിപിഴച്ചിട്ടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് എന്തിനു വേണ്ടിയാ? ഒരു ഏതെങ്കിലും നക്ഷത്രത്തെ കുറിച്ച് പറയുന്നത്? ആ നക്ഷത്രമുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ആ നക്ഷത്രം. 70,000 പ്രാവശ്യത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നക്ഷത്രത്തെ ജിബ്രീൽ 70,000 വട്ടം കണ്ടു എന്ന് പറയുന്ന ആ നക്ഷത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം. ആ പ്രകാശമായിരുന്നു പ്രപഞ്ചത്തിന്റെ റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയലിൽ നിന്നാണ് പ്രപഞ്ചത്തെ ഓരോന്നിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. എന്തിനാ അറബികളുടെ അടുക്കൽ റസൂലുള്ള കൂടെ ഉള്ളപ്പോ വിളിച്ചിട്ട് നിങ്ങളുടെ കൂടെ റസൂലുള്ള ഉണ്ടെന്ന് പറയണോ? പാണ്ഡിത്യത്തിന്റെ പരമശൃംഖത്തിൽ നിൽക്കുന്ന എന്റെ അഭിവന്ദ്യനായ ഗുരുനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. മഹാനായ ഉസ്താദ് അവർകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കെല്ലാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാൻ പോകുമ്പോഴാണ്, ഒരു വളരെ പ്രാധാന്യത്തോടെ പറയാൻ പോകുമ്പോഴാണ് ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ വഅലമു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ റസൂലുള്ള ഉണ്ട്. അതൊരു പുതിയ കാര്യമാണോ? അള്ളാഹുവിന്റെ റസൂല് അറബികളുടെ കൂടെ ഉള്ളത് പറയുകയാണെങ്കിൽ അതെന്താ അതിനൊരു പ്രാധാന്യമുള്ളത്, അതിലൊരു ഗൗരവമുള്ളത് എന്താ? അറബികളോട് മാത്രമല്ല പറഞ്ഞത്, അറബികളുടെ കൂടെ റസൂലുള്ളാഹി ഉണ്ടെങ്കിൽ അന്നമാക്കും റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളയുണ്ട്. എവിടാ നിങ്ങളിൽ റസൂലുള്ളയുള്ളത്? വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ചൈതന്യത്തിന്റെ ലോക സൃഷ്ടിപ്പിന്റെ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ രഹസ്യം, ആ ചൈതന്യം ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയാന്തരംഗത്തുണ്ട്. എന്നിൽ റസൂലുള്ളാഹി ഉണ്ട്, എന്റെ അഭിവന്ദ്യനായ ഗുരുവര്യത്തിൽ റസൂലുള്ളാഹി ഉണ്ട്, റസൂലുള്ളാഹി ഉണ്ട്, എന്റെ മുന്നിലിരിക്കുന്ന ആയുധങ്ങളിൽ റസൂലുള്ളാഹി ഉണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൈതന്യം, അവിടുത്തെയുടെ ചൈതന്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ആ ചൈതന്യത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ചൈതന്യത്തിന്റെ ഭാഗമായി നമുക്ക് മാറാൻ പറ്റും. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് അല്ലാതിരിക്കാൻ പറ്റില്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ റസൂലിനെ പ്രേമിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ റസൂലിനോടൊരു സ്നേഹമുണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുപോലെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ എത്തുമ്പോൾ നമ്മൾ വളരെ വികാരഭരിതരാകാറുണ്ട്. ഇതൊക്കെ സാധാരണ മുസ്ലിമിനുള്ള പ്രത്യേകതകൾ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ നമ്മൾ അപ്പുറത്തേക്ക് പോകണം. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണുള്ളതെന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം മാത്രമാണ് വഫാത്തായിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മാവ് ലോകത്തൊരിടത്തും എവിടെയും ഉൾക്കൊള്ളാൻ കഴിയാതെ, എവിടെയും ഒരിടത്ത് കേന്ദ്രീകരിച്ച് നിൽക്കാൻ കഴിയാതെ പ്രപഞ്ചത്തിൽ മൊത്തം പ്രവാചകന്റെ ആത്മാവ് സർവ്വവ്യാപിയാണ് മക്കളെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ലിഖാഇന്റെ ദിവസത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ആധ്യാത്മിക ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രസംഗം കേൾക്കുമ്പോൾ സ്വലാത്ത് കുറഞ്ഞു പോകുന്നു പോരാ. മൽഹറുൽ അത്തമായ റസൂലുള്ളാഹി, അഷ്റഫുൽ മഖ്ലൂഖീൻ റസൂലുള്ളാഹി, അഹ്മദ് മുജ്തബ റസൂലുള്ളാഹി, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി, റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി, റാഹത്തുൽ ആശിഖീൻ റസൂലുള്ളാഹി. പ്രപഞ്ചത്തിന്റെ മൊത്തം സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെട്ട് റസൂലുള്ളാഹിയെ പ്രേമിച്ചു കഴിയുന്ന ഒരു സത്യവിശ്വാസിക്കുണ്ടല്ലോ, ആ സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താ? അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും അഭിവന്ദ്യരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും, അവൻ മരണപ്പെട്ട് കഴിഞ്ഞ് അവന്റെ ഖബറിൽ അവനെ കൊണ്ടുവെക്കുമ്പോൾ ആ ഖബറിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണല്ലോ ഇത്. ആ ഖബറിൽ പ്രത്യക്ഷപ്പെടും. ആ ഖബറിൽ പ്രത്യക്ഷപ്പെടും. എങ്ങനാ പ്രത്യക്ഷപ്പെടുന്നേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ റൗള ശരീഫിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന
പ്രവാചകന്റെ റൗള ഷരീഫിലേക്ക് ഓരോ ദിവസവും എഴുതി വിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബൊക്കയുണ്ടല്ലോ, ബൊക്കെ. അത് മാത്രമേ അതിന് ഉദാഹരണം പറയാൻ പറ്റൂ റസൂലുള്ളാഹിക്കുള്ള സലാത്തിന്. ബൊക്കെ പ്രവാചകനെ സ്വീകരിക്കാൻ, പ്രവാചകനെ ഇഷ്ടപ്പെടാൻ, പ്രവാചകന്റെ തിരുമുന്നിൽ കൊണ്ട് കൊടുക്കുന്ന സാധനം ആ ബൊക്കയാണ് സ്വലാത്ത്. ആ സ്വലാത്ത് അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നു, നേരത്തെ ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലെ പള്ളിയിലെ ഇമാം, അദ്ദേഹം അപ്രതീക്ഷിതമായി സുബഹി നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ മരണപ്പെടുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് വിശുദ്ധ റമളാൻ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം സൂറത്തുൽ കഹ്ഫ് ഓതി വയ്യാത്ത ശാരീരികമായി വളരെ അസ്വസ്ഥതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ ഷരീഫ് ഹാഫിളായിരുന്ന, നിരവധി ത്വരീഖത്തുകളുടെ ശൈഖായിരുന്ന, അഹ്ലുസുന്നയുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നിരുന്ന മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അദ്ദേഹം അതാ ഒരു ഖത്തം ഓതി തീർക്കുന്നു, ഒരു ഖത്തം ഓതി തീർക്കുന്നു, 2 ഖത്തം ഓതി തീർക്കുന്നു, 3 ഖത്തം ഓതി തീർക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതാ വിശുദ്ധ റമളാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയത്ത് സൂറത്തുൽ കഹ്ഫ് ഒരു വട്ടം ഓതുന്നു. എന്നിട്ട് ഓതി വെച്ചിട്ട് വീണ്ടും ഒരു കഹ്ഫ് കൂടെ ഓതുന്നു. ആ കഹ്ഫ് ഓതി തീരുമ്പോഴേക്ക് മഹാനായ നദ്വി സാഹിബ് വഫാത്താകുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ നന്മകളുടെ ബൊക്കകൾ പ്രവാചകന്റെ റൗള ശരീഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അതങ്ങ് നിന്നു പോകുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എവിടെയാണ് നന്മ? എവിടെയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്ന നന്മ? അൻവാർ ശരീല അൻവാറുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ അങ്കണത്തിൽ വെച്ച് ആയിരങ്ങൾ ഒരുമിച്ച് കൂടി എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയപ്പോൾ അതിൽ ചൊല്ലിയിരുന്ന സ്വലാത്തുകാരനായ ഇന്ന ജില്ലയിലെ ഇന്ന പ്രദേശത്ത് നിന്ന് വന്ന ഇന്നാളുടെ ഇപ്പോഴാ സ്വലാത്ത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, ആ നന്മ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എവിടെയെന്ന് ചോദിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് അടിയന്തരമായി മെസ്സേജ് കൊടുക്കുന്നു, അയാൾ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വളരെ നിമിഷങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ SMS-കളൊക്കെ പ്രവഹിക്കുന്നത് ആ എളുപ്പത്തെക്കാളൊക്കെ എളുപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എത്തുന്നു. അയാൾ കഴിഞ്ഞു പോയിരിക്കുന്നു, അയാളുടെ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ ആ ഘട്ടം വരുമ്പോഴേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാമിൻ ഉബൈദിൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാമിൻ ഉബൈദിൻ ഇർതജീഹി വആലഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ കാമിക്കുകയും ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തെ കാമിക്കുന്നവർ, അവരെ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രിയപ്പെട്ട ഇഷ്ടക്കാരനങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ കാണണമെന്ന് ആഗ്രഹിക്കും. അള്ളാഹുവിന്റെ റസൂൽ 2 വരികൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി. ആ വരിയുടെ അർത്ഥം ഇതാണ്: ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുകയും പ്രവാചകനെ പ്രേമിക്കുകയും ചെയ്യുന്ന ഒരാൾ ലിഖാഇന്റെ ദിവസത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ, ലിഖാ എന്ന് പറഞ്ഞത് കൊണ്ട് മരണത്തിന്റെ ദിവസം എന്ന ഉദ്ദേശത്തിൽ, ആ മരണത്തിന്റെ ദിവസത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ, അവൻ ഈ ദുനിയാവിനോടങ്ങ് വേർപെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിക്കും, അവനെ കാണണമെന്ന് ആഗ്രഹിക്കും, അവന്റെ ഖബറിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് അങ്ങ് എത്തും. ആ ഖബറിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യമുണ്ടായാൽ ഏത് മലക്കാണ് അപ്പോൾ വിചാരണ ചെയ്യുക? റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന യദൈഹി, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും മലക്ക് റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന ഒരാളെ വിചാരണയുടെ പേരിൽ വേദനിപ്പിക്കുമോ? വിചാരണയുടെ പേരിൽ പേടിപ്പിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉണ്ടാവും. നമ്മുടെയൊക്കെ ഖബറിൽ റസൂലുള്ളാഹി വരണം. ഇതൊന്നും അത്ഭുതമായ കാര്യമല്ല. പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ, കുറച്ചു മുമ്പ് വരെ അഭിവന്ദനായ പണ്ഡിതന്മാരൊക്കെ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇവനൊക്കെ വട്ടാണെന്ന് പറഞ്ഞു നടന്നവരുണ്ടായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇപ്പം നമുക്ക് അമേരിക്കയിലിരിക്കുന്ന ആളുമായിട്ട് ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ കാണുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാ പടച്ചോമ്പുരാനെ, ഞാനിങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ മോൻ ഉമറൊക്കെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഞാനിങ്ങനെ ഉമറിന്റെ ശിഷ്യത്വം സ്വീകരിക്കണവരെ രണ്ടുപേരുമോ എന്ന് ആലോചിച്ച് പോവുകയാണ്. എന്തൊരു അത്ഭുതമാണ്. മൊബൈൽ ഫോണൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ
നിമിഷങ്ങൾ കൊണ്ട് അതിലുണ്ടാക്കുന്ന അത്ഭുതം. എവിടെയോ നിൽക്കുന്ന ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കൊണ്ട് എന്നെ കാണിക്കുകയാണ് അവൻ ഉണ്ടാക്കിയിട്ട്. എന്തൊരു അത്ഭുതമാ ഇതൊക്കെ! ഈ അത്ഭുതങ്ങളൊക്കെ വളരെ നൈമിഷികമായി വളരെ നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ യാതൊന്നിനെയും സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന് ഏതൊരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞോ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരൊറ്റ സെക്കൻഡിന്റെ എത്രയോ കോടിയിൽ അംശം കൊണ്ട് പള്ളിശ്ശേരിക്ക് പള്ളിയുടെ ഒരു ഖബറിന്റെ അങ്കണത്തിലേക്ക് ഒരു ഖബറിലേക്ക് വന്നെത്താൻ അള്ളാന്റെ റസൂലിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ? നബി കരീം വരും. എനിക്കും നിങ്ങൾക്കും അങ്ങനെ വരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ജൂതനായ മനുഷ്യനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് ഒരു സാധാരണക്കാരനായ മുസ്ലിം വന്ന് പരാതി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നീതിയുടെ പര്യായമായ ലോകത്തിന്റെ പ്രകാശമായ നമ്മുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഈത്തപ്പന കുലകളുടെയും മുന്തിരിപ്പൂ വള്ളികളുടെയും ശീതളച്ചായൽ പരിൽസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തെ സർവ്വ പീഡിതരുടെയും വിമോചകനായ സർവ്വ മർദ്ദിതരുടെയും വിമോചകനായ സർവ്വ കഷ്ടപ്പെടുത്തപ്പെടുന്നവന്റെയും അത്താണിയായ ലോകത്തിന്റെ പ്രകാശമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെട്ടെന്ന് കാര്യം കേട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭാഗത്താ മോനെ തെറ്റ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി. അബൂബക്കറിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അബൂബക്കറേ, ഞാനും ഒരു ജൂതനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാൻ വന്ന് പരാതി പറഞ്ഞു. റസൂലുള്ളാഹി അയാൾക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത്. എനിക്ക് തോന്നുന്നത് അത് റസൂലുള്ളാഹിയുടെ വിധി അത്ര അങ്ങ് ശരിയായോ എന്നൊരു സംശയം. അബൂബക്കർ സിദ്ദീഖ് പേടിച്ചു. പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, അങ്ങനെ ചിന്തിക്കല്ലേ, അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാര്യത്തിൽ ഒരു അപ്പീലും ഇല്ല, നമ്മൾ അതിലൊന്നും സംശയിക്കാൻ പാടില്ല. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. പേടിച്ചു. മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ അടുക്കലേക്ക് പോയി. അറിയുന്ന കഥയാണ്, ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഉമറിന്റെ അടുക്കൽ പോയി, ഉമറേ, എനിക്കൊരു പ്രധാന കാര്യമായിട്ട് വന്നതാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഞാൻ ഒരു ജൂതനുമായിട്ട് പ്രശ്നമുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്ക വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് അനുകൂലമായി വിധിച്ചു. അബൂബക്കറിന്റെ അടുക്ക പോകുമ്പോ അബൂബക്കറെങ്കിലും കാര്യം കേട്ടിട്ട് എനിക്ക് സമാധാനം ഉണ്ടാക്കുന്നു കരുതി ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴും അബൂബക്കർ പറയുന്നത്, ഉമർ റസൂലുള്ളാഹി പറഞ്ഞതാണ് ശരി, എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല, പൊയ്ക്കൊന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ അടുക്കൽ പറയുകയാണ്, ഈ കാര്യത്തിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ജൂതന്റെ ഭാഗത്താണോ തെറ്റ്, ഒന്ന് പറയണോന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹുവിന് അപ്പീലില്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പൊ പറയാൻ മോനെ, ഒരു നിമിഷം. അകത്തേക്ക് പോയി തിരിച്ചു വന്നു. കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന വാള് കൊണ്ട് ഒരൊറ്റ വാചകം അള്ളാഹുവിന്റെ ഹബീബും അബൂബക്കർ സിദ്ദീഖും ഒരു കാര്യത്തിൽ ഏകാഭിപ്രായം പറഞ്ഞിട്ട് നിനക്കതിൽ സംശയമുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനീ ഭൂമിയിൽ ജീവിച്ചിരിക്കണം, അതിനർഹനല്ല. ഒറ്റവിട്ട് തല ഫുട്ബോൾ പോലെ തെറിച്ചുപോയി. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ ചങ്കുറപ്പിന്റെയും ധീരതയുടെയും പര്യായമായ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും പേടി എന്തെന്നറിയാത്ത, ഭയം എന്തെന്നറിയാത്ത, പേടി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ധീരതയുടെ പര്യായമായ ഉമർ, ഒരു വൃദ്ധയായ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. വൃദ്ധയായ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. ആ സ്ത്രീ പറയുന്നു, പോടോ എന്റെ മുമ്പിൽ നിന്ന്, തനിക്കെന്താ അത്ര ഗൗരവം, ഈ പ്രശ്നത്തിൽ ഇത്ര താല്പര്യം? അത് ഞാനും അമീറുൽ മുഅ്മിനീനും തമ്മിലുള്ള, ഉമറും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ പൊക്കോ. അല്ല ഉമ്മ, എനിക്കതിൽ കുറച്ച് താല്പര്യമുണ്ട്. നിങ്ങൾ എന്നോട് പറയുക, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? വീണ്ടും എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്, അമീറുൽ മുഅ്മിനീൻ ചെയ്തത്? വീണ്ടും ഉമറുൽ ഫാറൂഖ് ചോദിക്കുമ്പോൾ ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അവസാനം കുറെ നിർബന്ധിച്ചപ്പോൾ പറയുന്നു, ഞാനൊരു വൃദ്ധയായ സ്ത്രീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഉമറിന്റെ ഭരണത്തിന് കീഴില്. ഞാൻ പട്ടിണിയിലാണുള്ളത്, ദാരിദ്ര്യത്തിലാണുള്ളത്. ഇന്നുവരെ എന്റെ പട്ടിണിയെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഉമർ അന്വേഷിച്ചിട്ടില്ല, ഉമർ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഉമർ ഇതുവരെയും അതേക്കുറിച്ച് ചോദിക്കാതിരുന്നപ്പോൾ എന്റെ പട്ടിണിയും ദാരിദ്ര്യവും അതേപടി തുടരുന്നു. ഇവിടെ ആർക്കൊക്കെയോ വൃദ്ധർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്കൊരു പെൻഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയത്? അതുകൊണ്ട് ഞാൻ ഉമറിനെ വിടൂല്ല കുട്ടി, ഞാൻ ഉമറിനെ പിടിച്ചു നിർത്തും. ആർക്കും സംരക്ഷിക്കാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ കോടതിയിൽ
വെച്ച് ഞാൻ ഉമറിനെ ചോദ്യം ചെയ്യും. ഇതങ്ങ് കേട്ടതോടെ ഉമർ അങ്ങോട്ട് ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങി. ഉമർ എന്ന് പറയുന്ന കിസ്രയെയും കൈസറിനെയും കിടിലം കൊള്ളിച്ച ആ വീരേതിഹാസ നായകനുണ്ടല്ലോ, അങ്ങ് വെട്ടിഞ്ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. ഉമർ പറയുകയാണ്, ഉമ്മ അങ്ങനെ ചെയ്യരുത്, അമീറുൽ മുഅ്മിനീൻ പാവമാണ്, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഈ സന്ദർഭത്തിലൊക്കെ ഉമർ താനാണ് ഉമർ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഒന്നും തുറന്നു പറയൂല, മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പോയി അമീറുൽ മുഅ്മിനീന്റെ അടുക്ക പരാതി പറയേണ്ടതല്ലേ? നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാ ഉമർ അറിയുന്നത്? താൻ എന്തൊരു മനുഷ്യനാണോ? ഇയാൾ എന്തിനാ പിന്നെ ഭരണകർത്താവായിരിക്കുന്നത്? അയാളുടെ നാട്ടിൽ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്ന്, ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്, ആരൊക്കെ പട്ടിണി കിടക്കുന്നുണ്ടെന്ന്, എത്ര വൃദ്ധരാക്കുന്നുണ്ടെന്ന്, എത്ര വൃദ്ധരായ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അന്വേഷിക്കാൻ ആളിനെ ഏൽപ്പിച്ച് ഏർപ്പാട് ചെയ്തത് കണ്ടുപിടിക്കേണ്ട ചുമതല അമീറുൽ മുഅ്മിനീന്റെ ചുമതലയാണ്, അതെന്റെ ചുമതലയല്ല. ഇതങ്ങ് പറഞ്ഞതോടെ ഉമർ വീണ്ടും ഞെട്ടി. ഉമർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വകയായിട്ടൊരു നഷ്ടപരിഹാരം തരാം, എന്നിട്ട് ഞാൻ അമീറുൽ മുഅ്മിനീനെ കൊണ്ട് നിരന്തരം നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതിനുള്ള ഏർപ്പാടും ചെയ്യാം. ദയവായി നിങ്ങൾ അമീറുൽ മുഅ്മിനീനെതിരെ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ പരാതി പറയല്ലേ. കുറച്ചെന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ഒരു സമാധാനമായി. ഇപ്പൊ തരുവോ നഷ്ടപരിഹാരം? ഇപ്പൊ തരാ നഷ്ടപരിഹാരം. അമീറുൽ മുഅ്മിനീൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. കയ്യിലുണ്ടായിരുന്ന പണം കയ്യിലെടുത്തു. അത് ഭരണകൂടത്തിന്റെ പണമല്ല, അത് ഭരണകൂടത്തിന്റെ പണമല്ല, അത് അഴിമതി നടത്തിയ പണമല്ല, അതല്ലെങ്കിൽ തനിക്ക് ശമ്പളം പോലും കിട്ടിയ പണമല്ല, അഴിമതി നടത്തിയ എന്ന വാക്ക് പോലും ഒരു ഉപമയ്ക്ക് വേണ്ടി പോലും അമീറുൽ മുഅ്മിനീനോട് ചേർത്ത് പറഞ്ഞുകൂടല്ലോ. അമീറുൽ മുഅ്മിനീനോട് ചേർത്ത് പറയാൻ പറ്റുമോ? അഴിമതി നടത്തിയ എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? തന്റെ പുന്നാര മക്കൾക്ക് ഒരല്പം നല്ല സാധനം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ, ഒരു മധുരപലഹാരം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ, ആ മധുരപലഹാരത്തിന്റെ ഒരു അംശം തനിക്ക് തന്നോട് ബന്ധപ്പെട്ട, തന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന, തന്നോടൊപ്പമുണ്ടായിരുന്ന, തന്റെ കാര്യങ്ങളെല്ലാം സഹവസിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ കൊട്ടാരത്തിലെ താൻ താമസിക്കുന്ന സ്ഥലത്തെ തന്റെ സഹായിയായ ഒരാള് മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്തു പോയിട്ട്, അമീറുൽ മുഅ്മിനീൻ എൻ്റെ മക്കൾക്ക് ഒരല്പം മധുരപലഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ശുപാർശ കേട്ട അദ്ദേഹം മധുരപലഹാര കച്ചവടക്കാരനാണ്. മധുരപലഹാരം കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ അമീറുൽ മുഅ്മിനീന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. മധുരപലഹാരം തിന്നാൻ വേണ്ടി മക്കളിരുന്നു. അമീറുൽ മുഅ്മിനീൻ പെട്ടെന്ന് കയറി വന്നു. ചുണ്ടോട് മധുരപലഹാരം അടുപ്പിക്കുന്നത് കണ്ടു. ഇത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ച സാധനമാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? പെട്ടെന്ന് പറഞ്ഞു, തിന്നാൻ വരട്ടെ മക്കളെ, ഒരു നിമിഷം. പെട്ടെന്ന് മധുരപലഹാരം താഴെ വെച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരാ ഇത് കൊണ്ടുവന്നത്? നമ്മുടെ സഹായിയാണ് കൊണ്ടുവന്നത്. ഉടനെ അയാളെ വിളിപ്പിച്ചു, എവിടുന്നാ ഇത് കിട്ടിയത് നിനക്ക്? ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു മധുരപലഹാര കച്ചവടക്കാരനെ കണ്ടു. അയാളോട് ഞാനിങ്ങനെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീന്റെ കുട്ടികൾക്ക് ഈ സ്വീറ്റ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നതാണ്, അദ്ദേഹം തന്നുകൊണ്ട് വെച്ചതാണ്, അദ്ദേഹം വളരെ നല്ല മനസ്സോടെ തന്നതാണ്. എടുക്ക് നീ ഇവിടുന്ന്. ഇത് ഖത്താബിന്റെ മകൻ ഉമറിന് വേണ്ടി ചോദിച്ചാൽ തരില്ലല്ലോ. ഇത് ഖത്താബിന്റെ മകൻ ഉമറിന് വേണ്ടി ചോദിച്ചാൽ തരില്ല. ഇത് തന്നത് ഞാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണകർത്താവായത് കൊണ്ടല്ലേ? വേണ്ട, അപ്പോൾ ഇത് അഴിമതിയാണ്, ഇത് തെറ്റായ ഭാഗമാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റായ ഭക്ഷണമാണ്, ഇത് കഴിച്ചുകൂടാ, തിരിച്ചു കൊണ്ടു കൊടുക്ക്. അവന്റെ സാധനം ഇവിടെ വരെ കൊണ്ടുവന്നതിന് അവൻ എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും കൊടുക്കാമെന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരിച്ചു കൊടുപ്പിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, തമ്പുരാനെ, ഈ ഭരണകർത്താവിനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഉത്തരീയ അവകാശിയെയാണ് മാതൃകയാക്കാൻ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ മാതൃകയാക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? മാതൃകയാക്കുന്നുണ്ടോ ഇപ്പം? ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ഉമറിനെ മാതൃകയാക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അഴിമതി എന്ന വാക്ക് ചേർത്ത് പറഞ്ഞുകൂടാ. പോക്കറ്റിൽ കിടന്ന പണം, തൻ്റെ സ്വന്തം സമ്പാദ്യമായ, തൻ്റെ ശമ്പളത്തിന്റെ ഭാഗമായ പണമെടുത്ത ആ സ്ത്രീക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിക്കാൻ പോകുന്ന, ഇത് നിങ്ങൾ വാങ്ങിയാൽ മാത്രം പോരാ, എനിക്ക് എഴുതി നിങ്ങളുടെ വിരലടയാളം പതിപ്പിച്ച് എനിക്ക് തരണം. ഉമർ, ഞാനുമായിട്ടൊരു പ്രശ്നവുമില്ല, ഞാനിനി ഖബറിൽ മഹ്ശറയിൽ വെച്ച് ഉമറിനെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് പിടിച്ചു നിർത്തൂല. റബ്ബിന്റെ കോടതിയിൽ ഞാൻ
ഇനി ഉമറിനെ കുറ്റക്കാരനാന്ന് പറയൂല, അതുകൊണ്ട് എനിക്ക് നിങ്ങളത് എഴുതിത്തരണമെന്ന് പറഞ്ഞിട്ട് അതെന്തിനാ മോനെ എഴുതുന്നത്? സ്ത്രീ വല്ലാത്ത സന്തോഷത്തിലായി, അവരുടെ കടുപ്പ സ്വഭാവമൊക്കെ മാറി വളരെ ലാഘവത്തോടു കൂടി അവർ ചോദിക്കുന്നു, വേണോ എഴുതിത്തരണോ? അതേ എഴുതിത്തരണം. അപ്പോൾ എഴുതാനുള്ള ഉപകരണം കൊണ്ടുവരുന്നു, എഴുതാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നു, എഴുതാൻ വേണ്ടി ആ സ്ത്രീ അങ്ങോട്ട് തുടങ്ങുന്നു. ഉമർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ പെട്ടെന്ന് പുറകിലും വന്ന അലിയാര് തങ്ങളും കൂട്ടരും അത് അവിടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരു വൃദ്ധയായ സ്ത്രീയുമായിട്ട് എന്തോ കരാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇന്നങ്ങനെ ഒരു ഭരണകർത്താവ് ചെയ്യുന്നത് കണ്ടാൽ എന്താ വിചാരിക്കുക? അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടാവും, അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാവും, മക്കൾ ഉണ്ടാവില്ല, അവരുടെ സ്വത്ത് മൊത്തം തൻ്റെ പേരിലേക്ക് കള്ള പ്രമാണം എഴുതിയുണ്ടാക്കിയിട്ട് അതിൽ അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണെന്നല്ലേ സാധാരണ നിലയിൽ കരുതുക. ഇവിടെ എന്താ പ്രമാണം ഉണ്ടാക്കുന്നത്? റബ്ബുൽ ഇസ്സത്തിന്റെ പരമോന്നത കോടതിയിലെ താൻ തെറ്റുകാരനാണെന്ന് കണ്ടുവരാതിരിക്കാൻ വേണ്ടി തൻ്റെ ഭരണീയരിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ കുറ്റം കൊണ്ടല്ല, താൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ആ സ്ത്രീയെ കുറിച്ച് ശ്രദ്ധിക്കാൻ ആരും തയ്യാറായില്ല. അവർ അശ്രദ്ധയിൽ പെട്ടുപോയി. അവർ കുറ്റം പറഞ്ഞപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവർക്ക് മാസം തോറും പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ റബ്ബിന്റെ കോടതിയിൽ എന്നെ പിടിച്ചു നിർത്തൂല എന്ന് കരാർ എഴുതി ഒപ്പിടാൻ പോവുകയാണ്. പോകുന്ന സമയം അങ്ങോട്ട് കൈവെക്കാൻ പോകുമ്പോൾ അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നായക, അസ്സലാമു അലൈക്കും സലാം അങ്ങ് പറയുകയാണ്. ഈ സലാം കേട്ടതോടുകൂടി ഉമർ പതുക്കെ ശബ്ദമടക്കി അലൈക്കും അസ്സലാം എന്ന് മടക്കുന്ന ആരാ സലാം പറയുന്നത്? അലിയാര് തങ്ങളാണ്. മടക്കുന്നത് ഉമറുൽ ഫാറൂഖാണ്. ഉമറുൽ ഫാറൂഖ് സലാം മടക്കുന്നത് കേട്ടപ്പോഴേക്ക് ആ സ്ത്രീ അതാലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. എന്തൊരത്ഭുതമായത്! താൻ ആരോടായി സംസാരിച്ചു കൊണ്ടിരുന്നത്? താൻ ആരെയാ പോടോ എന്ന് പറഞ്ഞു പലവട്ടം ആക്ഷേപിച്ചത്? താൻ ആരോടാ അമീറുൽ മുഅ്മിനീനെ കുറ്റം പറഞ്ഞത്? താൻ എന്തായി കാണിച്ചതെന്ന് ഓർത്ത് ആ സ്ത്രീ കിടുകിടാ വിറയ്ക്കുകയാണ്. അവർ വടികുത്തി ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. ഉമർ പറഞ്ഞു, പോകല്ല ഉമ്മ, അലിയാർ തങ്ങൾ ചോദിക്കുന്ന ആരാണ് ഈ കിഴവി? എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ? ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, പരിഹരിച്ചോളാ. അല്ല, ഒന്ന് പറയുക, എന്താ പറ്റിയത്? ഇവരെന്തിനാ തങ്ങളെ വഴിതടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് കാര്യം പറഞ്ഞിട്ട് പറയുന്നു, അലിയേ വയ്യാലിയേ, നാളെ ഈ പെണ്ണെങ്ങാനും ഈ സ്ത്രീ എങ്ങാനും റബ്ബിന്റെ കോടതിയിൽ വെച്ച് ആരും ഈ ഉമറിനെ സഹായിക്കാനില്ലാത്തപ്പോൾ എനിക്കെതിരായി സാക്ഷി പറഞ്ഞു പോയാൽ തപ്പുരാനെ എന്റെ ഗതി എന്തായി പോകും? അത് ഭയന്ന് ഞാൻ അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് അത് പരിഹരിച്ചു എന്ന് ഞാനൊരു കരാറുണ്ടാക്കുകയാ. ആ കരാറൊന്നുണ്ടാക്കാൻ എന്നെ അനുവദിക്കണേ അലിയേ. അങ്ങനെ അമീറുൽ മുഅ്മിനീന്റെ മുന്നിലെ അലിയാര് കണ്ണുനീരോടെ നിന്ന് കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരാറുണ്ടാക്കി ഒപ്പിട്ട് വാങ്ങിയിട്ട് അത് പൊതിഞ്ഞു ഭദ്രമാക്കിയിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അലിയാര് തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, ഉമറേ നീ അനീതി കാണിക്കുന്നു എന്ന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഭരണം ഏറ്റെടുത്തിട്ട്, ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിട്ട്, ഞാൻ ഈ മുഅ്മിനീങ്ങളുടെ ഭാരം ഏറ്റെടുത്തിട്ട് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഉമറേ നീ അനീതി കാണിക്കുന്നെന്ന് പറഞ്ഞത് ഇവരാണ്. അതുകൊണ്ട് ഉമറേ, അതുകൊണ്ട് അലിയേ, ആ അനീതി കാണിച്ചിട്ടില്ല, എന്നോട് മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി തന്നതാണ്. ഇത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനായ ഫാത്തിമയുടെ പുന്നാര ഭർത്താവായ ഹസൻ ഹുസൈന്റെ പിതാവായ അലിയേ, നിങ്ങളെ എനിക്ക് വിശ്വാസമുണ്ട്, ഇത് നിങ്ങൾ വെക്കണം. എന്നിട്ട് ഈ ഉമറിനെ കൊണ്ട് കബറടക്കുമ്പോൾ ആ കബറിൽ ഉമറിന്റെ തല വെക്കുന്നതിന്റെ മറുഭാഗത്തായി, ഉമറിന്റെ വലത് കബളിന്റെ ഭാഗത്തായി ഈ കരാറ് കൂടി വെച്ചിട്ട് കബറടക്കണം അലിയേ. ഈ കരാർ അവിടെ ഉണ്ടാകണം അലിയേ. എന്താണ് മക്കളെ, ഇങ്ങനെ നീതിക്കൊരു ഉദാഹരണം കാണാൻ പറ്റുമോ? ഇങ്ങനെ സന്തോഷകരമായ ഒരു ഉദാഹരണം, ഇത്ര ഗംഭീരമായ ഒരു ഉദാഹരണം, ഇത്ര ഉദാത്തമായ ഒരു മാതൃക. ഈ മാതൃകയിലേക്ക് മഹാനായ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു കയ്യിൽ മദ്യവും പിടിച്ചുകൊണ്ട് മറുകൈയിൽ വാളും പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ഉമറിനെ ഈ ഉദാത്തമായ മാതൃകയുള്ള ഭരണകർത്താവാക്കി മാറ്റിയത് ആ വിശുദ്ധ ഖുർആനല്ലേ മക്കളെ? ആ വിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടാക്കിയ മാറ്റം എന്താ? 14 നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടാക്കിയ മാറ്റം മാത്രമാണോ? 14 നൂറ്റാണ്ടിന് മുമ്പ് മാത്രം ഉണ്ടാക്കിയ മാറ്റമാണോ? അല്ലല്ലോ. ഇന്നും ഖുർആൻ അത്ഭുതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഇന്നും ഖുർആൻ ലോകത്ത് മാറ്റം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഇന്നും ഓരോ ദിവസവും
ഖുർആനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇന്നും എത്ര കോടി രൂപയാണ് ഖുർആനെ പറ്റിയുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ ഓരോ വാചകങ്ങൾ ഗവേഷണം നടത്തുകയല്ലേ? ഞാൻ ജയിലിൽ പോകുമ്പോഴുണ്ടായതിനേക്കാൾ എത്ര വലിയ സാങ്കേതിക പുരോഗതി കൊണ്ടാണ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി കൊണ്ടാണ് ഖുർആന്റെ ഓരോ കാര്യങ്ങളും. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഹോസ്പിറ്റൽ അധികൃതർ അനുവദിച്ചു തന്ന TV-യിൽ CD ഇട്ട് കാണുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞ സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ആയത്തുകൾ പറഞ്ഞുകൊണ്ട് സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള അത്യന്താധുനികമായ രഹസ്യങ്ങൾ അടങ്ങുന്ന, ആ രഹസ്യങ്ങളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങുന്ന അത്യന്താധുനികമായ CD ഞാൻ കാണുകയുണ്ടായി. റബ്ബേ, ഒരു മുസ്ലിമായി ജനിച്ചതിൽ എന്തൊരു അഭിമാനമാ തോന്നുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിയായതിൽ എന്തൊരു അഭിമാനമാ തോന്നുന്നത്. വിശുദ്ധ ഖുർആന്റെ അനുയായി ആയതിൽ എന്തൊരു അത്ഭുതമാ തോന്നുന്നത്. എന്തൊരു സന്തോഷമാ തോന്നുന്നത്. എന്തൊരു സന്തോഷവും ആശ്വാസവുമാ തോന്നുന്നത്. ഞാൻ കേട്ടു, ഏതാനും ദിവസം മുമ്പ് UAE-യിലൂടെ ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് കാറിൽ പോകുമ്പോൾ എൻ്റെ കാറിൽ ഒരു MP3 ഇടുകയുണ്ടായി. ഞാനത് കേട്ടുകയുണ്ടായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസുഫുൽ ഇസ്ലാം എഴുതി പാടിയിരിക്കുന്ന ഒരു പാട്ട് എനിക്ക് പാടാൻ കഴിയില്ല. അല്ലാ എന്ന് തുടങ്ങുന്ന ആ പാട്ട്, തമ്പുരാനെ, എന്തൊരു കർണാനന്ദകരമായ പാട്ടാണ്. ആരായിരുന്നു യൂസുഫുൽ ഇസ്ലാം? കെയ്റ്റ് സ്റ്റീവൻസ് ആയിരിക്കുമ്പോൾ ഇസ്ലാമിനെ നിശ്ചിതമായി എതിർത്തിരുന്ന ആളല്ലേ? ഒരു ഘട്ടത്തില് തനിക്ക് സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബൈബിളിലൂടെ പോയി നോക്കിയില്ലേ? ഒരുപാട് മതഗ്രന്ഥങ്ങൾ പഠിച്ചില്ലേ? ഒരാവർത്തി ഖുർആനും ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാതെ മാറ്റി വെച്ചില്ലേ? പിന്നീട് വീണ്ടും തന്റെ സുഹൃത്തിന്റെ ഉപദേശത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പഠിക്കുകയല്ലേ ചെയ്തത്? ഖുർആന്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഖുർആന്റെ ആത്മജ്ഞാനത്തെ പറ്റിയുള്ള രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, അള്ളാഹുവിനെ പറ്റിയുള്ള രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്തൊരത്ഭുതകരമായ അവസ്ഥയിലാണ് കെയ്റ്റ് സ്റ്റീവൻസ് എത്തിയത്. യൂസുഫുൽ ഇസ്ലാം പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചില രാഷ്ട്രങ്ങളിൽ ഇറങ്ങാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ താടിയും തലപ്പാവും കണ്ടിട്ട് അദ്ദേഹത്തിന് ഇറങ്ങാൻ പോലും യൂസുഫുൽ ഇസ്ലാം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എന്തൊരു ചുണ്ടാമക്കളെ, എന്തൊരു സൗണ്ടാമക്കളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ യേശുദാസ് ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ എന്നെ വിളിച്ച് ശംഖുമുഖത്തെ പ്രസംഗം കേട്ടിട്ട് എറണാകുളത്ത് ഞാൻ ഗസ്റ്റ് ഹൗസിലിരിക്കുമ്പോൾ ആദ്യം തന്നെ എന്നെ വിളിച്ചിട്ട് പിന്തുണ അറിയിച്ച ആളാണ് യേശുദാസ്. ആ യേശുദാസിന്റെ ശബ്ദം എനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ശബ്ദമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തോടുള്ള എൻ്റെ കമ്പം മൊത്തം യൂസുഫുൽ ഇസ്ലാമിന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് പോയി മക്കളെ, എന്തൊരു ശബ്ദമാണിത്, എന്തൊരു കർണാനന്ദകരമായ ശബ്ദമാണത്. ആ പാട്ട് കേട്ടിരുന്നാൽ റബ്ബേ, അത്ഭുതകരമായ ശബ്ദം അങ്ങ് കേട്ടാൽ അതിൽ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾക്ക് ഓരോന്നിനും ഓരോ അക്ഷരങ്ങൾക്കും വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള, അർത്ഥം നൽകിക്കൊണ്ടുള്ള ആ ഗംഭീരമായ പാട്ടങ്ങ് കേട്ടാൽ, ഈ യൂസുഫുൽ ഇസ്ലാം ആണല്ലോ ഖുർആനെ വിമർശിച്ചിരുന്നത്. ഈ യൂസുഫുൽ ഇസ്ലാം ആയിരുന്നല്ലോ ഖുർആനെ തള്ളിപ്പറഞ്ഞിരുന്നത്. ആ യൂസുഫുൽ ഇസ്ലാം ആണല്ലോ ഇപ്പോൾ ഖുർആൻ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് ഓരോ പരിപാടികൾ കഴിയുമ്പോഴും കിട്ടുന്ന ഡോളറുകൾ, മില്യൺ കണക്കിന് ഡോളറുകൾ അദ്ദേഹം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? എത്യോപ്യയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, സുഡാനിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖുർആൻ പഠന കേന്ദ്രമുണ്ടാക്കിയിട്ട് ഖുർആൻ ഗവേഷണ കേന്ദ്രത്തില് അദ്ദേഹത്തിന്റെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച്, ഖുർആനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടാക്കിയ മാറ്റം എന്താ? റജാഗരോഡിയിൽ ഉണ്ടാക്കിയ മാറ്റം. ഞാൻ അങ്ങ് ജയിലിലിരിക്കുമ്പോൾ, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലിരിക്കുമ്പോൾ ഞാനൊരു ദിവസം കാണുന്നു, ഒരു ദിവസത്തെ പത്രത്തിൽ ഞാൻ ഇങ്ങനെ കാണുന്നു, പർദ്ദ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതാണ്. ഈ വാർത്ത ഞാൻ അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ പർദ്ദ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതാണ് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ കമലാർ സുരയ്യ കൊടുത്ത ഒരു പ്രസ്താവനയാണ്, ഏതോ സ്ഥലത്ത് പറഞ്ഞതാണ്. ഞാനത് വായിച്ചു, കമലാദാസിന്റെ പ്രസ്താവന വായിച്ചു, മാധവിക്കുട്ടിയുടെ. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുക, തമ്പുരാനെ, ഈ സ്ത്രീക്ക് ഇസ്ലാമിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്നവരാണല്ലോ, അവർ ഹിദായത്തിലായെങ്കിൽ റബ്ബേ, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു
തിരിച്ചു പോവുകയാ. കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരമാകുമ്പോഴാ പത്രം വരുന്നത്. വൈകുന്നേരം പത്രങ്ങൾ സേലം സെൻട്രൽ ജയിലിൽ എല്ലാ സെൻസറിങ്ങും കഴിഞ്ഞിട്ട് ഒരുപാട് കറുപ്പ് മഷി അടിച്ചിട്ട് പത്രം കൊണ്ട് സേലം സെൻട്രൽ ജയിലിൽ കൊണ്ട് തരുമ്പോൾ ഞാനതാ നോക്കുമ്പോൾ കമലാദാസ് അഥവാ മാധവിക്കുട്ടി എന്ന മലയാളത്തിന്റെ അനുഗ്രഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. അൽഹംദുലില്ലാ തോന്നിയ സന്തോഷം എത്രയാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ മോസ്റ്റ് റെസ്പെക്റ്റഡ് സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ടെലഗ്രാം അയക്കുകയുണ്ടായി. ആ ടെലഗ്രാം അവരിൽ ഉണ്ടാക്കിയ മാറ്റം അവർ വളരെ പ്രാധാന്യത്തോടെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദര ആളുകളെ വിളിച്ച കൂട്ടത്തിൽ ആദ്യം ഞാൻ കമലാദാസിനെ വിളിച്ചു. നോമ്പ് തുടങ്ങിയതിന് തൊട്ട് മുമ്പ് ഞാൻ വിളിച്ചു, നിസ്കരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? എനിക്ക് കിടന്നുകൊണ്ട് നിസ്കരിക്കാനേ കഴിയുന്നുള്ളൂ. എന്നോട് എന്നിട്ട് പറഞ്ഞു ഒരു വാചകം, മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നുള്ള ഒരു പടച്ചോനെയല്ലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, മനുഷ്യന്റെ അവസ്ഥ അറിയുന്ന ഒരു ഖുർആനല്ലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ എഴുന്നേറ്റിരുന്ന് നിസ്കരിച്ചില്ലെങ്കിലും എൻ്റെ റബ്ബിനെന്നെ അറിയുമല്ലോ. അള്ളാഹു അവരുടെ ഹിദായത്ത് പൂർത്തിയാക്കട്ടെ, അവർക്ക് ഈമാനോടെ മൗത്താകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കമലാദാസ് ആരാണെന്ന് മലയാളികളായ നമുക്കറിയില്ല, തമിഴ്നാട്ടിലും പോലും നന്നായി അറിയില്ല. പക്ഷേ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ചോദിക്കണം ആരാണ് കമലാദാസ് എന്ന്, എന്താണ് കമലാദാസിന്റെ ഗ്രന്ഥങ്ങൾക്ക് പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യമെന്ന്, എന്താണ് അവരെ പല യൂണിവേഴ്സിറ്റികളും വിസിറ്റിംഗ് പ്രൊഫസറാക്കിയത് എന്തുകൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിലാക്കാൻ വിദേശങ്ങളിലെ പഠിക്കുന്ന അറിവുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ കമലാദാസിനെ കൊണ്ടുവന്നത് ഖുർആനാണെങ്കിൽ, റജാഗരോഡിയെ കൊണ്ടുവന്നത് ഖുർആനാണെങ്കിൽ, കെ സ്റ്റീവൻസിനെ കൊണ്ടുവന്നത് ഖുർആനാണെങ്കിൽ, ഉമറുൽ ഫാറൂഖിനെ കൊണ്ടുവന്നത് ഖുർആനാണെങ്കിൽ, ലോകത്ത് വിപ്ലവകരമായ മാറ്റം വരുത്താൻ ആ ഖുർആന്റെ ഓരോ അക്ഷരവും പാരായണം ചെയ്യുന്നത്, ലോകത്ത് നിന്ന് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനല്ലേ മക്കളെ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. എതിരഭിപ്രായമുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനല്ലേ? ഈ റമളാനിൽ തന്നെ ഈ കൊച്ചു അൻവാർ ശരീര പള്ളിക്കുള്ളിൽ എത്ര ഖത്തമാണ് എൻ്റെ പ്രിയപ്പെട്ട അൻവാറിന്റെ മക്കൾ ഓതി തീർത്തത്. ഇതുപോലെ എത്രയോ ആളുകളാണ്, എത്ര ഖത്തങ്ങളാണ് ഈ ഖുർആനിൽ ഓതി തീർത്തത്, ഈ റമളാനിൽ ഓതി തീർത്തത്. ഈ ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം പഠിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം പരിഭാഷകൾ എഴുതുന്ന ഗ്രന്ഥം ഈ വിശുദ്ധ ഖുർആൻ, ഈ ഗ്രഹീതമായ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനും നമ്മളുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഖുർആനോട് അടുക്കണം. എന്താണ് 27 രാവിലെ ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി 90% ഈ രാത്രിയാകാനാണ് സാധ്യത. ഈ സായം സന്ധ്യ ലൈലത്തുൽ ഖദ്റിന്റെ സായം സന്ധ്യയാണ്, 27 രാവിന്റെ സായം സന്ധ്യയാണ്. മക്കളെ, തീരുമാനമെടുക്കണം. വിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കാൻ തീരുമാനമെടുക്കണം. ഖുർആൻ പഠിക്കാൻ തീരുമാനമെടുക്കണം. ലോകം ഖുർആനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയ ഖുർആൻ നാം കൊണ്ടെവിടെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും മരിക്കുമ്പോൾ യാസീൻ ഓതാൻ എടുക്കുന്ന ആ വൃത്തികെട്ട സ്വഭാവം നമ്മൾ മാറ്റണം. യാസീൻ ഓതുന്ന വൃത്തികെട്ട സ്വഭാവമല്ല, അപ്പോൾ മാത്രം എടുക്കുന്ന, അതല്ലാത്തപ്പോഴൊന്നും ഖുർആനോട് അടുക്കാത്ത. എൻ്റെ എവിടെ മക്കളെ പാസ്പോർട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കഴിയുന്നവര്, എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് പറയാൻ കഴിയുന്നവര്, എവിടെ SSLC ബുക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഇന്ന പെട്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറയാൻ കഴിയുന്നവര്, എവിടെ പണം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എവിടെ പാസ്ബുക്ക് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ പറയാൻ കഴിയുന്നവർക്ക് എന്തുകൊണ്ടാ മക്കളെ എവിടെ വിശുദ്ധ ഖുർആൻ വീട്ടിൽ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉമ്മ മുസാഫ് എവിടെ ഇരിക്കുന്നത്, വാപ്പ മുസാഫ് എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഗതികേട് നമുക്കുണ്ടായി പോയാൽ പിന്നെ എങ്ങനാ മക്കളെ നമ്മൾ ഖുർആന്റെ വക്താവാവുക? എങ്ങനാ നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക? എങ്ങനാ നമ്മുടെ ഖബറിൽ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം ഉണ്ടാവുക? എങ്ങനാ ഖുർആനായിരുന്നു എൻ്റെ ഇമാം എന്ന് ഖബറിൽ നമുക്ക് മറുപടി പറയാൻ പറ്റുക? അതുകൊണ്ട് മക്കളെ, ഖുർആനോട് അടുക്കുക, ഖുർആൻ പഠിക്കുക, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക. എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ജയിൽ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ കൊച്ചു അനുഭവങ്ങൾ സമയം തീരാറായി പോയി. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ലൈലത്തുൽ ഖദ്റിന് ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ നോമ്പ് തുറന്നിട്ട് അന്നത്തെ ഒരു രാത്രി മൊത്തം പ്രഭാഷണവും ഇബാദത്തും ദിക്റും തറാവീഹും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കഴിച്ചു കൂട്ടണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ എനിക്കുണ്ടായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പറഞ്ഞ സമയം തീരാൻ പോകുന്നു, നിർത്തുകയാണ്. അതിൽ സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എനിക്കെൻ്റെ മഹാനായ പ്രവാചകൻ, എൻ്റെ ജീവന്റെ തുടിപ്പായ കരളിൻ്റെ കാതലായ എന്നെ ഞാനാക്കി മാറ്റിയ വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എനിക്ക് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടി. അത് ഞാൻ എന്തിനാ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സ്വലാത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം, അതിനു വേണ്ടി പറയുകയാണ്. എൻ്റെ റസൂലുള്ളാഹിയോടുള്ള എൻ്റെ ഹൃദയബന്ധം അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കാൾ എൻ്റെ നബി കരീമുമായുള്ള എൻ്റെ ഹൃദയബന്ധം സുദൃഢമാക്കി എടുക്കാൻ, സുശക്തമാക്കി എടുക്കാൻ എൻ്റെ റസൂലുള്ള എന്നിലുണ്ടെന്ന് ബോധ്യപ്പെടാൻ, എൻ്റെ റസൂലുള്ള റൗളയിൽ മാത്രമല്ല ഉള്ളത്, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിന്റെ അകത്തളത്തില് ഈ ഇരുമ്പഴികൾ കൊണ്ട് പൂട്ടപ്പെട്ടിരിക്കുന്ന റൂമിനുള്ളില് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ഇടമില്ലാത്ത 6-8 അടി നീളവും 4 അടി വീതിയും മാത്രമുണ്ടായിരുന്ന ആ ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന സെല്ലിനുള്ളിലും എൻ്റെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മചൈതന്യവും പ്രകാശവും എന്നിലുണ്ടെന്ന് ബോധ്യപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. രണ്ടാമത് ജയിലിലായതിനു ശേഷം ഒരിക്കൽ പോലും അൽഹംദുലില്ലാഹ് ഒരു റമളാനിലും വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാതിരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു തവണയോ അതിലധികമോ എനിക്ക് എൻ്റെ റബ്ബിന്റെ കലാം ഓതി തീർക്കാനുള്ള ഭാഗ്യം കിട്ടി. അള്ളാഹു അതെല്ലാം കബൂലാക്കാൻ നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഞാനിത് പറയുന്നത് മനുഷ്യന് ചിലപ്പോൾ അതിനു മുമ്പ് ഒരു റമളാനിലും സത്യം പറയുകയാ, റമളാന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഖുർആൻ ഓതാറുണ്ടായിരുന്നെങ്കിലും ഒരു റമളാനിലും ഖുർആൻ ഖത്തം തീർക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നില്ല. പകുതി ഓതിയിട്ടുണ്ടാകാം, കാൽഭാഗം ഓതിയിട്ടുണ്ടാകാം, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പ്രശ്നങ്ങളായി, ബഹളങ്ങളായി, പ്രസംഗങ്ങളായി, അൻവാറിന്റെ പ്രസംഗങ്ങളായി, അല്ലാത്ത പ്രസംഗങ്ങളായി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വിശുദ്ധ റമളാൻ എനിക്ക് ഖുർആനുമായി അടുക്കാൻ അൽഹംദുലില്ലാഹ് നിരവധി തവണ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് വായിച്ച് പഠിക്കാൻ ഒക്കെയുള്ള ഒരു ഭാഗ്യം റബ്ബ് എനിക്ക് തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ എനിക്കുണ്ടായ സന്തോഷങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആനിലേക്ക് ഒരുപാട് പേരെ അടുപ്പിക്കാൻ, കലിമത്തു തൗഹീദ് ഉച്ചരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ എനിക്കുണ്ടായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഒരു 10-25 കാര്യം പറയണമെന്ന് വിചാരിച്ചതാ, സമയമില്ല. അതുപോലെ എനിക്കുണ്ടായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്, ഞാൻ അൻവാറിലിരിക്കുമ്പോൾ, ജയിലിലിരിക്കുമ്പോൾ 4.5 വർഷക്കാലം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോ എൻ്റെ പൊന്നുമോനും മുഖ്താറിനെയും സലാഹുദ്ദീൻ അയ്യൂബിയെയും എനിക്ക് കാണാൻ കഴിയാതെ, എൻ്റെ മക്കളെ കാണാൻ കഴിയാതെ, അതിനു മുമ്പൊരിക്കൽ എൻ്റെ മോളെ ഷമീറ എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ 4.5 വർഷക്കാലം എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. 4.5 വർഷക്കാലം ഞാൻ ആരെയും കാണാതെ ജയിലിലിരുന്ന സന്ദർഭമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി ദുആ ചെയ്യുകയും, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് രാജ്യത്തിന്റെ നാനാഭാഗത്തും പോയി, നാടിന്റെ നാനാഭാഗത്തും പോയി എല്ലാരെ കൊണ്ടും കയ്യുടൻ സഹിച്ച സിറാജ് അവസാനം വന്നു. മക്കളെ, ജയിലിൽ വന്നു, ജയിലർ റൂമിൽ വന്നു, ജയിലർ ഷേഖാന്റെ അടുത്ത് സ്വീകരിച്ചു, ജയിലർ റൂമിലെ കസേരയിൽ ഇരുത്തി. എന്നിട്ട് ഞാനുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചു. എൻ്റെ മുന്നിൽ ഇരിക്കാനവും മടിച്ചപ്പോൾ ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഇരുത്തിയിട്ട് അതിന് മുമ്പ് അവനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ആ ആളുകളുടെ മുന്നിൽ തന്നെ അവൻ ഇരുന്നിട്ട് എന്നോട് 1 മണിക്കൂർ സംസാരിച്ചു. അവനെ ഈ സ്ഥാപനം അവനെ അഡ്വക്കറ്റാക്കി മാറ്റി. അവൻ അഡ്വക്കറ്റിന്റെ കറുത്ത കുപ്പായം ഇട്ടു. ആ കറുത്ത കുപ്പായം ഇട്ടാൽ ഇന്ത്യയിൽ ഏതൊരു ജയിലിലും ഏതൊരു തടവുകാരനെയും കാണാൻ, വാപ്പായെ കാണാൻ വിട്ടില്ലെങ്കിലും, ഉമ്മായെ കാണാൻ വിട്ടില്ലെങ്കിലും, ഭാര്യയെ കാണാൻ വിട്ടില്ലെങ്കിലും, മക്കളെ കാണാൻ വിട്ടില്ലെങ്കിലും, ഒരു വക്കീല് കാണാൻ വന്നിട്ട് വിട്ടില്ലെങ്കിൽ വിവരം അറിയും. അതുകൊണ്ട് തന്നെ വിട്ടു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യങ്ങളിൽ ഒരു നിമിഷമായിരുന്നു. പലപ്പോഴും വന്നപ്പോൾ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് തിരിച്ചയച്ച ആ കുട്ടി ഈ സ്ഥാപനം അവനെ വക്കീലാക്കി. ഇവിടുന്ന് അവൻ ഡിഗ്രി എടുത്തു, ഇവിടുന്ന് അവൻ ആലിം മുഖ്തസർ കോഴ്സ് പഠിച്ചു. എന്നിട്ട് അവൻ ലാ കോളേജിൽ ഈ സ്ഥാപനത്തിന്റെ ചുമതലയിൽ അവൻ പഠിച്ച് അവിടുന്ന് അവൻ വക്കീലായിട്ട് പുറത്തിറങ്ങി. ഇന്ന് തിരുവനന്തപുരത്ത് കോടതിയിൽ അഡ്വക്കേറ്റ് സാലിഹിന്റെ കൂടെ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ദേശം നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയ ഉദ്ദേശമല്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ദേശം നമുക്ക് വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഈ മതിൽക്കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങില്ല. കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിലും ഇൻഷാ അല്ലാഹ് അൻവാറുൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും അൻവാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തും.
അബ്ദുൽ നാസർ മഅദനിയെ കാരിരുമ്പഴിക്കുള്ളിലടച്ച് തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം മൂല്യത്തോട് പ്രതിബദ്ധതയുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാരെ പുറത്തിറക്കി വിടും ഇൻഷാ അല്ലാഹ്. അവർ ആലിമീങ്ങളായിരിക്കും, ഒപ്പം ഒരു വക്കീലുമാരാവും. അവർ ആലിമീങ്ങളായിരിക്കും, ഒപ്പം ഒരു പ്രൊഫസർമാരാവും. ഇൻഷാ അല്ലാഹ് അവർ ആലിമീങ്ങളായിരിക്കും, ഒപ്പം അവർ ജഡ്ജിമാരാവും. ഇൻഷാ അല്ലാഹ് അവർ ആലിമീങ്ങളായിരിക്കും, ഒപ്പം അവർ കളക്ടർമാരാവും. ഇൻഷാ അല്ലാഹ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ് തരുമാറാകട്ടെ. ചരിത്രം നമ്മൾ തിരുത്തി കുറിക്കും. അൻവാർ അതിന്റെ നാഴികക്കല്ലാവും. ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ വീണ ലിറ്റർ കണക്കിന് രക്തം, ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ കാരിരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത്, ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വേദനയോടെ ഇരിക്കേണ്ടി വന്നത്, ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട നായകനായിരിക്കുമ്പോൾ വർഷങ്ങളോളം ഹബീബ് മൗലവിക്ക് വേദന സഹിക്കേണ്ടി വന്നത്, ഇതിനെല്ലാം ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഇതിന്റെ ഭാരവാഹികൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട്, ഇതിനെല്ലാം ഇൻഷാ അല്ലാഹ് മാനവ സൗഹൃദത്തിന്റെ പ്രതീകമായി സ്ഥാപനം നിലനിന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഗംഭീരമായ സന്ദേശം മുഴുവൻ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അനർഘമായ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും പറ്റി ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഗംഭീരമായി മുന്നേറും. വെള്ളിയാഴ്ച നടക്കുന്ന നാരിയ സ്വലാത്ത് ഇന്നലെയും അബുദാബിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞു, ഷാർജ എന്ന് പറഞ്ഞു, ഉസ്താദിന്റെ സ്ഥാപനത്തിന് ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഉസ്താദിന്റെ സ്ഥാപനത്തിന് ആദ്യത്തെ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എനിക്ക് ജോലി കിട്ടി. ആദ്യത്തെ ശമ്പളം ഞാൻ അവിടെ എത്തിച്ചു കൊടുത്തു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിരുന്നു. ഞാൻ അൻവാർ ശരീരിൽ പോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടുന്ന് ദുആ ചെയ്തു. നല്ലൊരു സംഭാവന ഞാൻ കൊടുത്തു. അൽഹംദുലില്ലാഹ് എനിക്കൊരു കുട്ടി ഉണ്ടായി. ഇപ്പൊ 3 കുട്ടികളുണ്ട്. ഇതൊക്കെ പറഞ്ഞ എത്രയോ സഹോദരന്മാർ ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ നമ്മുടെ നാടുകളിൽ ഉൾപ്പെടെ എല്ലാ ദുആയും എപ്പോഴും സ്വീകരിക്കണമെന്നില്ല. ഒരു ദുആ ഒരു പക്ഷേ പിന്തിക്കപ്പെട്ടുവെങ്കിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഒരു ദുആ സ്വീകരിക്കപ്പെടാതെ പോയാൽ പരലോകത്ത് അവൻ അതിന്റെ നന്മ കൊടുക്കും. പരലോകത്ത് സ്വീകരിക്കപ്പെടാത്ത ദുആകൾക്ക് കിട്ടുന്ന നന്മ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുമെന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു പോകും, പടച്ചവനേ എന്റെ ദുആ ഒന്നും സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ന്. അത്രയ്ക്ക് പ്രതിഫലമാണ് സ്വീകരിക്കപ്പെടാത്ത ദുആയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ദുആ എപ്പോഴെങ്കിലും സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട. പക്ഷേ ഈ സദസ്സിൽ 27 രാവ് വെള്ളിയാഴ്ച 27 രാവ് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ദുആ, അതുകൂടാതെ അൻവാറിൽ എല്ലാ വെള്ളിയാഴ്ച രാവും നടക്കുന്ന സ്വലാത്തുൻ നാരിയയിൽ ചെയ്യുന്ന ദുആ, ഒരുപാട് കാര്യങ്ങൾക്കുള്ള സമയമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാണുക, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ വലിയ കൊട്ടാരമൊന്നുമില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഗംഭീരമായി പഠിക്കാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ ഉണ്ടാകണം. കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി, ഇസ്ലാമിക് ലൈബ്രറി ഇവിടെ ഉണ്ടാകണം. അതുപോലെ ഗംഭീരമായ കമ്പ്യൂട്ടർ സെന്റർ ഇവിടെ ഉണ്ടാകണം. അതുപോലെ തഹ്ഫീദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രത്യേകമായ മദ്രസ ഉണ്ടാകണം. ഈ കെട്ടിടത്തിൽ കഴിയുന്ന എത്തിയും കുട്ടികൾക്ക് കുറെ കൂടി വലിയ കെട്ടിടം ഉണ്ടാക്കി അവർക്ക് താമസിക്കാൻ കഴിയണം. ഇതിനെല്ലാം പറ്റുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയമില്ല, നോമ്പ് ഉറക്കാനായി പോയി. പറ്റുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചോദിക്കുകയാണ്, അടുത്ത 27 രാവിന് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നു തീർത്താൽ മതി. അതിന് മുമ്പ് ഒറ്റയടിക്ക് തരണ്ട, 10 ഗഡുവായിട്ട് തന്നാലും മതി. അടുത്ത 27 രാവിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി നിങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് സൗകര്യങ്ങളുള്ള, നിങ്ങൾക്ക് വിശാലമായി സന്തോഷമായി കാണാൻ കഴിയുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ തങ്ങിയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ലൈബ്രറി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി, നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ താമസിക്കാൻ കഴിയുന്ന ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടി ഈ സ്ഥാപനത്തെ നമ്മളെ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതീക്ഷയാക്കി വളർത്തിയെടുക്കണം. അതിനെന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യും. 1 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് അടുത്ത 27 രാവിന് മുമ്പ് തന്നു തീർത്താൽ മതി. 1 ലക്ഷം രൂപ പറയാൻ ആരുടെ ഈ കൂട്ടത്തിൽ 10 ഗഡുവായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ 20 ഗഡുവായിട്ട് തന്നാൽ മതി. ആരാ പറ, പെട്ടെന്ന് പേരെന്താ? നിസാർ. നിസാർ 1 ലക്ഷം രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. സബീർ ഖാൻ ദുബൈ, താജുദ്ദീന്റെ മകൾ റാഷിദിന് വേണ്ടി അല്ലെ, മകൻ റാഷിദിന് വേണ്ടി ദുആ ചെയ്യാൻ 1 ലക്ഷം രൂപ. ആരാത്? അല്ലാഹു തആല സഹോദരന്റെ സംഭാവന സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
നിസാർ SS 1,00,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ 27 രാവിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ഇതെല്ലാം കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. അള്ളാഹു താല ഈ സംഭാവന പറഞ്ഞ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തുണ്ടാക്കുമാറാകട്ടെ. വേറെ ആരാ? മൈലക്കാട് ഷാ, PDPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം തന്ന കവർ എന്താന്ന് നോക്ക്. 1,00,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകന്റെയും മകളുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ പറഞ്ഞപ്പോ? എവിടാ? ഷാനവാസ് എന്ന സഹോദരൻ 50,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാനാണ്, 27 രാവാണ്. നിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. നിന്റെ പരിശുദ്ധ ഖുർആൻ ശരീഫ് നിരവധി തവണ യതീം മക്കൾ ഉൾപ്പെടെയുള്ള ദീൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓതി ഖത്മുൽ ഖുർആൻ ഓതിയതിന്റെ ആ ദുആ നടക്കുന്ന സദസ്സാണ്. അല്ലാഹുവേ, നീ കബൂലാക്കണം തമ്പുരാനേ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണം തമ്പുരാനേ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം ഈ സദസ്സിൽ ചൊരിയണം തമ്പുരാനേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം തമ്പുരാനേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം തമ്പുരാനേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരുടെ രോഗങ്ങളും നിനക്കറിയാം, നീ ശിഫയാക്കി തരണം തമ്പുരാനേ. അല്ലാഹുവേ, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ബ്രെയിൻ ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ശരീരം മൊത്തം പഴുത്ത് ഷുഗർ കൊണ്ട് പഴുത്തിരിക്കുന്നവര്, അല്ലാഹുവേ, കാലിന് പഴുപ്പ് ബാധിച്ചിട്ട് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവര്, അല്ലാഹുവേ, കണ്ണിന് കാഴ്ചയില്ലാത്തവര്, നിരവധി പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, രോഗം മാറാൻ ഈ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ സംഭാവന ചെയ്ത് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ പങ്കെടുത്ത് ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുവേ, രോഗം നീ അറിഞ്ഞു വന്നതാണ്. രോഗം മാറ്റാൻ കഴിവുള്ളതും നിനക്ക് മാത്രമാണ്. നീ ഷാഫിയാണ്, കാഫിയാണ്, ശിഫാ നിന്റെ ഔദാര്യമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങള്, മക്കളുടെ രോഗങ്ങള്, ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും രോഗങ്ങള്, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം ഈ സ്ഥാപനത്തിന് സഹായം തന്നുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവരുടെ രോഗങ്ങൾ, അവരുടെ കുടുംബങ്ങളുടെ രോഗങ്ങള് എല്ലാം നീ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഈ പുണ്യ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ടും നീ മാറ്റി തരണം അല്ലാഹ്. മാരകമായ രോഗങ്ങൾ പിടിപെടാതെ ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും നീ കാത്തുരക്ഷിക്കണം നാഥാ. അല്ലാഹുവേ, തൊഴിലിൽ കഷ്ടപ്പെടുന്നവര്, കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവര്, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവര്, ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ കഷ്ടപ്പെടുന്നവര്, വിദ്യാഭ്യാസം നടത്തുന്നവര്, ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ദുആ ചെയ്യാൻ ഇപ്പോ ഞങ്ങളുടെ മനസ്സിൽ എന്ത് ഹലാലായ ഉദ്ദേശമാണോ ഞങ്ങൾ കരുതുന്നത്, ഇപ്പോ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിൽ എന്ത് ഹലാലായ ഉദ്ദേശമാണോ കരുതുന്നത്, അല്ലാഹുവേ, ആ ഹലാലായ ഉദ്ദേശം വിശുദ്ധ റമളാന്റെ 27 രാവിന്റെ ഹക്ക് കൊണ്ട്, ഖത്മുൽ ഖുർആന്റെ ഹക്ക് കൊണ്ട്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉദ്ദേശം സാധിച്ചു തരണേ അല്ലാഹ്. എന്റെ സഹോദരികളെയും സഹോദരന്മാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ നീ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലെത്തി സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നിന്റെ ദീനിന് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യുന്നവരുടെ ഒരു കേന്ദ്രമാക്കി, മർക്കസാക്കി ഈ സ്ഥാപനത്തെ നീ മാറ്റണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരെയും കുഞ്ഞുങ്ങളെയും ഭാരവാഹികളെയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സ്ഥാപനത്തിലെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഷ്ടപ്പെട്ടവരുൾപ്പെടെ സഹായിച്ചവരുൾപ്പെടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇന്നത്തെ നോമ്പ് തുറയ്ക്കും അല്ലാതെയും ഭക്ഷണം കൊടുത്തവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹ്, ഈ വിശുദ്ധ റമളാന്റെ അവസാനത്തെ 27 രാവിന്റെ നോമ്പ് തുറക്കാൻ ഏതാനും നിമിഷങ്ങളുള്ള ഈ സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ഏറ്റവും പരമമായ കാര്യം, അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്.
ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ചുണ്ടിൽ പുഞ്ചിരിയോടെ മരിപ്പിക്കണേ അല്ലാ. കലിമ ചൊല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാ. നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. അല്ലാഹുവേ, സമ്പാദ്യമൊന്നുമില്ല, നിന്റെ ഔദാര്യം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഔദാര്യം മുൻനിർത്തി ചോദിക്കുന്ന കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ.